ഹെവി ഫാം ഏരിയ. അയ്യോ നമ്മുടെ സ്ഥലം ഇതാണ്, നമ്മുടെ വീട്. അയ്യോ ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് കടന്ന് പോയേനെ. ഇതാണ് വീട് കേട്ടോ. അടിപൊളി ഏരിയ അല്ലേ? ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സെറ്റപ്പ്. കൺട്രി സൈഡ് വ്യൂ, സ്പാപ്പോളുണ്ട്, ചെറിയൊരു സെറ്റപ്പ് വേണ്ട, വളരെ ചെറുപ്പം, വളരെ ചെറിയൊരു ടൈനി ഹൗസ്. 2 bedroom എന്നൊരു പറയണ കുഴപ്പമില്ല. നൈറ്റൊന്നും നമുക്ക് പറ്റില്ല. യെസ്, നമ്മുടെ സെറ്റപ്പിൻ്റെ ഇവിടെ. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം, പിന്നെ സ്മോൾ കിച്ചൺ. ടിവിയും ഇല്ല, വൈഫൈയും ഇല്ല. നമുക്ക് മുഖത്തോട്ട് പോകുന്ന ഇരിക്കാം, പഴയ കഥകളൊക്കെ പറയാം. കഥകൾ പറയാൻ ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇങ്ങനെയാണ് സെറ്റപ്പ്. വലിയ കുഴപ്പമില്ല അല്ലേ? എന്താണ് ഇവിടെ അന്നോടിക്ക് ബുക്കൊക്കെ ആയിട്ട് പിന്നെ അയ്യോ ഇത് അടിപൊളിയാട്ടാ. സസ്പെൻഷൻ ബ്രിഡ്ജായി കാണുന്നത്, ലോങ് വൺ. അടിയിൽ ഡാം സെറ്റപ്പ് ഉണ്ട്. ഈസ് ദ ബ്രിഡ്ജ് വി ഗോണ വാക്ക്. വേണ്ട സാധനം ആ ബ്രിഡ്ജ് സസ്പെൻഡ് ചെയ്തേക്കണ്ട. ഇതിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തേക്കണേ. സെറ്റപ്പില്ലേ? ആക്ച്വലി ഇത് നല്ല അത്യാവശ്യം സ്വിങ്ങിങ് ഉണ്ട് കേട്ടോ. ലൈറ്റ് സ്വിങ്ങിങ് അല്ലേ? കാണുന്നുണ്ട് അവിടെ, ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ. ഏത് ശീലത്താ. പിന്നൊരു ഹിസ്റ്ററി ഉണ്ട്. Did you know the Arapuni Dam powerhouse was camouflaged during WW2 to prevent it being targeted during possible Japanese airstrikes? Interesting. അവർ ക്യാമഫ്ലാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതിൽ അവർ ഈ ബിൽഡിംഗ് പെയിൻ്റ് അടിച്ചു. അതുപോലെ തന്നെ കോൺക്രീറ്റ് കോൺസ് ഈ ജനറേറ്ററിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചവർ. പിന്നെ ഒരു സ്മോക്ക് ജനറേറ്റർ ചെയ്തിട്ട് ചെറുതായിട്ട് സ്മോക്ക് അടിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ജാപ്പനീസ് ടീമിനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അവർ വിസിറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ഈ പവർ ഹൗസ് ഈ ഡാം വേൾഡ് വാർ ടെറൈൻ റിയൽ റെയിൻ ഫോറസ്റ്റ് ടെറൈൻ വിളിച്ചല്ലേ നമ്മൾ വിളിച്ചെടുത്തു. ജോസ് 8 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിനെ കൊണ്ട് നമ്മൾ ഈ അഭ്യാസത്തിന് വരണം. അവിടെ പങ്കായിട്ട് നിൽക്കുന്ന ആള് ഇതൊക്കെ മല കയറി വരുന്നു. 1925 ഇവൻ ബിൽഡ് ചെയ്തേക്കണ. 1925 30 പേർക്കാണ് അറ്റ് എ ടൈം കയറാൻ പറ്റുള്ളൂ. നോ റണ്ണിങ് ഒരു ജമ്പിങ് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. മോട്ടോർ സൈക്കിൾസ് അഭ്യാസികളിവിടെ വരാൻ പാടില്ല. ഈ വഴി എങ്ങടെ പോണേ? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നാലോ? നൈസൊരു എക്സ്പ്ലോർ. കൊടുങ്കാട് കിടിലൻ. നല്ല സൂപ്പർ റിഫ്രഷിങ് വാക്കായിരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഡാം കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പിയല്ല. നമ്മൾ ഹാപ്പിയാണ്.
അവിടെ നോക്കിട്ടാ കൈയുടെ നേരം നോക്ക് അതെ അതിന്റെ ക്ലാരിറ്റി ഇല്ലേ ക്ലാരിറ്റി അത്ര ക്ലിയർ അല്ലേ ഈ വാട്ടർ ഇത്ര ക്ലിയർ അല്ലേ നമ്മളിപ്പോ കണ്ടത് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യാൻ വേണ്ടിട്ട് 50 to 100 years to reach Blue Spring. കണ്ടാ മമ്മക്കു പ്ലാറ്റൂന്ന് ഏകദേശം 100 years എടുത്തിട്ടാണ് ഈ ബ്ലൂ സ്പ്രിംഗ്സിലേക്ക് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് ഇത്രയും ക്ലാരിറ്റി ഇത്രയും പ്യൂരിറ്റി. നല്ല തണുത്ത വെള്ളം. ഇവിടെ ഒരു കുളിക്കുന്ന സ്പോട്ട് ഉണ്ട്. ഇന്നിപ്പോൾ ഇത്രയും ലേറ്റ് ആയി കാരണം ഇപ്പം എത്രയായില്ലേ സമയം 8 മണിയായി. ഈ സമയത്ത് നമ്മൾ കുളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ കയറിയായിരുന്നു തോന്നുന്നു അല്ലേ? Who's this girl? വീണ ഞാൻ അപ്പ ചാടേണ്ടി വരട്ടാ. അറിയില്ല. ഡിവിഡിയുടെ പരസ്യം കണ്ടോ? വീട്ടില് വൈഫൈയിൽ ഒരു തേങ്ങയിലും ഇവിടെ ഇന്റർനെറ്റ് കിട്ടില്ല, ഒരു മണ്ടാങ്കട്ടി കിട്ടില്ല. അപ്പൊ ഞങ്ങളിപ്പോ നോക്കിയപ്പോ ഇവിടെ ചെറിയൊരു DVD കിട്ടി. കണ്ടിട്ട് പോലുണ്ടാവില്ലേ? കുറച്ച് DVD സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിഷ് വർക്കാവുന്ന അറിയില്ല. ഇവിടെ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. ആ അപ്പൊ ഓക്കെയാണ്, നമുക്ക് ഇതെല്ലാം ഓക്കെയാണ്, വർക്കാവുന്നതാണ്. Masakit kemarin, dua.